ആചാര്യ സുരേഷ് യോഗിയുടെ യാത്രാവിവരണ ഗ്രന്ഥം ദേവഭൂമിയിലൂടെ പ്രകാശനം ചെയ്തു. കെ.പി. കേശവമേനോൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള പ്രകാശന കർമ്മം നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തക നുസ്രത്ത് ജഹാൻ പുസ്തകം ഏറ്റുവാങ്ങി. ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തിയാർജിച്ച ക്ഷേത്രങ്ങളിലൂടെ ഗ്രന്ഥകാരൻ നടത്തിയ യാത്രയുടെ അനുഭവ സാക്ഷ്യമാണ് ദേവഭൂമിയിലൂടെ എന്ന ഈ ഗ്രന്ഥം. ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലൂടെയും യാത്ര ചെയ്തതിന്റെ ഭാഗമായി അമർനാഥ് മുതൽ കന്യാകുമാരി വരെയുള്ള ഏറ്റവും പ്രശസ്തിയാർജിച്ചതും വലിപ്പത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ 60-ൽ പരം ക്ഷേത്രങ്ങളുടെ വിവരണമാണ് ദേവഭൂമിയിലൂടെ എന്ന് പേരിട്ടിരിക്കുന്ന ആചാര്യ സുരേഷ് യോഗിയുടെ യാത്രാവിവരണ ഗ്രന്ഥം വായനക്കാർക്ക് പകർന്നു നൽകുന്നത്. പുസ്തകത്തിന്റെ പ്രകാശനം കെ.പി. കേശവമേനോൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള നിർവഹിച്ചു. ദേവഭൂമിയിലൂടെ എന്ന പുസ്തകം ഏതാണ്ട് പൂർണ്ണമായും വായിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ പ്രതിഫലനമായി കൂടി ഞാൻ ഈ പുസ്തകത്തെ കാണുകയാണ്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഭാരതത്തിൻ്റെ തിരിച്ചുവരവ് കാണുകയും അതെല്ലാം ബോധ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാമൂഹ്യ പ്രവർത്തക നുസ്രത്ത് ജഹാൻ പുസ്തകം ഏറ്റുവാങ്ങി. വത്സൻ നെല്ലിക്കോട് പുസ്തക പരിചയം നടത്തി. ഗ്രന്ഥകാരൻ ആചാര്യ സുരേഷ് യോഗി മറുമൊഴി നൽകി. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് ഇതുപോലെ ഒരു പുണ്യദേശം ലോകത്തില്ല ഏതൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും ഭാരതത്തിന്റെ നമുക്കറിയാം അതിന്റെ കീർത്തി. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുണ്ടാക്കിയിട്ടുള്ളതല്ല എന്നും നമുക്കറിയാം. ഭാരതത്തിന്റെ ലോകത്തിന് മുഴുവൻ ശ്രദ്ധേയമായ ഈ ഭാരതത്തിന്റെ കീർത്തി രാഷ്ട്രീയക്കാരെ കൊണ്ടോ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറകൾ കൊണ്ടോ അല്ല ഭാരതം ഉയർന്നു വന്നത്. പി. ശ്രീധരനുണ്ണി, ഡോക്ടർ എൻ. വിജയരാഘവൻ എന്നിവർ ചടങ്ങിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.